കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയിൽ ഭരണസ്തംഭനം സൃഷ്ടിക്കുകയാണ്. ആ ഭരണസ്തംഭനം ചോദ്യം ചെയ്തേ മതിയാകൂ. അത് ഈ നാട്ടിലെ ജനകീയ പ്രശ്നമാണ്. ആ ജനകീയ പ്രശ്നത്തെ മുൻനിർത്തിയാണ് ഞങ്ങളുടെ സമരം. ആ സമരത്തെ എല്ലാ മനുഷ്യരും ഉൾക്കൊണ്ടതാണ്. തീർച്ചയായും മാധ്യമപ്രവർത്തകരോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ആ നിലയിൽ അതിനെ കാണണമെന്നുള്ളതാണ്. ഞങ്ങളുടെ വിഷയം RSS അടയാളങ്ങൾ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്നു. സർവകലാശാലകളുടെ അകത്തളത്തിൽ RSSന്റെ അടയാളങ്ങൾ ഉണ്ടാകുന്നു. ഇത് RSSന്റെ അടയാളങ്ങൾ കെട്ടിപ്പൊക്കേണ്ട സ്ഥലമല്ല. അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഓരോ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന 1000 മനുഷ്യ മനസ്സുകളെ, തലച്ചോറുകളെ സൃഷ്ടിക്കേണ്ട ഇടമാണ് എൻ്റെ തലക്ക് പുറകിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്ന മനുഷ്യരെയാണ്, അതിനു വേണ്ടിയാണ് ഇവിടുത്തെ സർവകലാശാലകൾ ഉള്ളത്. അതിനെതിരെയുള്ള പ്രവർത്തനം നടത്തുന്ന സംഘപരിവാർ താല്പര്യമുള്ളവരെ ജനകീയമായി എതിർക്കണം. അങ്ങനെ എതിർക്കുന്നില്ല എങ്കിൽ അത് ഈ രാജ്യത്തോടും അടുത്ത തലമുറയോടും നമ്മൾ ചെയ്യുന്ന തെറ്റായ നിലപാടായി തീരും. അതുകൊണ്ട് തന്നെ ആ നിലയിൽ അതിനെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം മറ്റൊന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്, ഇവിടെ വലതുപക്ഷ സംഘടനകൾ പ്രത്യേകിച്ച് KSU എല്ലാം പ്രത്യക്ഷ സമരത്തിൽ ആദ്യ ദിവസം ഞങ്ങൾ ഇവിടെ RSS അടയാളം സമരം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമരത്തിൽ വരുമ്പോൾ അവരുണ്ടായിരുന്നു. പക്ഷെ പൊടുന്നനെ അവർ അതിൽ നിന്ന് പിന്മാറി. കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ ആ സമരത്തിനില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷേ അതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണം ഇവിടെ SFI കഴിഞ്ഞ രാജ്ഭവൻ മാർച്ചിൽ ഉൾപ്പെടെ ഉയർത്തി കാണിച്ചു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്താലാണ് KSU ആ നിലപാട് മാറ്റം ഉണ്ടാക്കിയെടുത്തത്. ആ നിലപാട് മാറ്റം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞങ്ങൾക്കറിയാം, കേരളത്തിലെ പൊതുജനങ്ങൾക്കറിയാം. അതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. RSSനോട് ബാന്ധവം, RSSനോട് ഈ തെറ്റായ സമീപനം, ഈ ബന്ധം എന്തിനു പുലർത്തുന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവേ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. പറവൂർ സീറ്റ് എന്ന ഒറ്റ കാരണത്താൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചില വർഗീയ വോട്ടുകൾക്ക്, അതിനാണോ കേരളം എന്ന ഈ മണ്ണിനെ ഒറ്റുകൊടുക്കാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഈ നിലപാടെടുക്കുന്നത് എന്ന് ചോദിച്ചു പോവുകയാണ്. എന്നിട്ട് ഞങ്ങളെ ഒരു അപഹസിക്കലും. ഞങ്ങളുടെ സമരം അഡ്ജസ്റ്റ്മെന്റാണ്. ഞങ്ങളുടെ സമരം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് ഉണ്ടാക്കുന്ന സമരമാണ്. നോക്കൂ, എൻ്റെ തലയ്ക്ക് പുറകിൽ എൻ്റെ കൂടെ തന്നെ 18ഉം 19ഉം വയസ്സുള്ള ഇന്നലെ തിരുവനന്തപുരം ജില്ലാ ജയിലിൽ നിന്നിറങ്ങിയ ആ വിദ്യാർത്ഥി അവൻ്റെ വീട്ടിൽ പോയി ഒന്ന് വിശ്രമിച്ച് ഇന്ന് രാവിലെ കേരള സർവകലാശാലയിലെ RSS വൽക്കരണത്തിനെതിരെയുള്ള സമരത്തിൽ അവനും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പേരാണോ അഡ്ജസ്റ്റ്മെന്റ് സമരം? അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ തൊട്ടുപുറകിലുണ്ട്. നിങ്ങൾക്ക് ക്യാമറ ഓടിച്ചാൽ അവനെ കാണാൻ കഴിയും. 18ഓ 19ഓ വയസ്സുള്ള ചെറുപ്പക്കാരൻ അവനും വന്നിട്ടുണ്ട്. അവനുണ്ട് ഈ നാടിനെ കുറിച്ചുള്ള ബോധ്യം. എന്നാൽ ഇത്രയും കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ VD സതീശന് എന്ത് രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് ജനങ്ങളോടുള്ളത്, കേരളത്തിലെ മണ്ണിനോടുള്ളത്, കേരളത്തിലെ സർവകലാശാലയോടുള്ളത്? കേരളത്തിലെ ഒരു സർവകലാശാലയും മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത വിധത്തിൽ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ തെറ്റായ നയസമീപനങ്ങൾക്കെതിരെ എന്തു നിലപാടാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്? ആ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾക്കെതിരെ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ ഞങ്ങളുടെ സമരത്തെ നോക്കിയാണ് അഡ്ജസ്റ്റ്മെന്റ് സമരം എന്ന് വിളിക്കുന്നത്. നോക്കൂ, ഇന്ത്യൻ ചരിത്രം, ആ ചരിത്രം എങ്ങനെ രൂപപ്പെട്ടതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ആ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മൊത്തം അവകാശം ഞങ്ങൾക്കാണ് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവാണ് VD സതീശൻ. ആ VD സതീശനാണ് ഇങ്ങനെയുള്ള പ്രസ്താവന നടത്തുന്നത്. അതിനർത്ഥം എന്താണ്? അദ്ദേഹത്തിന് VD സവർക്കർക്ക് മുന്നിലും ഗോൾവാക്കർക്ക് മുന്നിലും വണങ്ങാമെങ്കിൽ അദ്ദേഹം തിരിഞ്ഞു നിൽക്കുന്നത് ഗാന്ധിജിക്ക് മുന്നിലാണ്. അദ്ദേഹം തിരിഞ്ഞു നിൽക്കുന്നത് നെഹ്റുവിന് മുന്നിലാണ്. അദ്ദേഹം തിരിഞ്ഞു നിൽക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുന്നിലാണ്. ഇന്ത്യ എന്ന ബോധത്തിനെതിരാണ്. അദ്ദേഹം തിരിഞ്ഞു നിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരാണ്. അതല്ലേ അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ ചോദ്യം? ആ ചോദ്യം ചോദിക്കാൻ പലരും തയ്യാറാവുന്നില്ല. അതോടൊപ്പം KSU ഉൾപ്പെടെയുള്ള സംഘടനകൾക്കും MSFനുമുള്ള, ഇന്നലെ MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു ചാനൽ മുറിയിലിരുന്ന് പ്രസ്താവിക്കുന്നത് കേട്ടു. എവിടെ, ഏത് സർവകലാശാലയിലാണ് MSFനും KSUവിനുമൊക്കെ RSSന്റെ വക സെനറ്റ് സിൻഡിക്കേറ്റ് ഒക്കെ കിട്ടിയിട്ടുള്ളത്? പേര് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. കണ്ണൂർ സർവകലാശാലയിൽ RSSന്റെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അന്നത്തെ ഗവർണർ സെനറ്റിലേക്ക് നിശ്ചയിച്ചിട്ടുള്ള 12ഓളം വരുന്ന കോൺഗ്രസ്, ലീഗ്, RSS പ്രവർത്തകർ, സജീവ പ്രവർത്തകർ, അവരുടെ പേരും വിശദാംശവും എല്ലാം ഞങ്ങൾ പറയാം. നിർമ്മലഗിരി കോളേജിൽ പഠിക്കുന്ന
ഹർഷ പുഞ്ചയിൽ എന്നൊരു വിദ്യാർത്ഥി, അവിടെ KSUവിന് വേണ്ടി മത്സരിച്ചൊരു വിദ്യാർത്ഥി, മുസ്ലിം ലീഗിൻ്റെ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഒരു മൈൽ കോളേജുമായി, കോർപ്പറേറ്റീവ് കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൽ കരീം ചെലേരി ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സന്ത സഹചാരിയായിട്ടുള്ള പ്രവർത്തകൻ, അങ്ങനെ KSUവിൻ്റെയും MSFിൻ്റെയും RSSൻ്റെയും അടക്കമുള്ള പാനൽ BJP ഓഫീസിൽ നിന്ന് അയച്ച് അത് അംഗീകരിച്ച ചരിത്രമാണ് ഇവിടെ വിവിധ സർവകലാശാലകളിലുള്ളത്. എന്തിനേറെ പറയുന്നു, കാലിക്കറ്റ് സർവകലാശാലയുടെ VC, കോൺഗ്രസ് സംഘടനയായിട്ടുള്ള കാലിക്കറ്റ് സർവകലാശാലയുടെ അധ്യാപക സംഘടനാ നേതാവായിരുന്ന ആളാണ് ഇന്നത്തെ കാലിക്കറ്റ് സർവകലാശാലയുടെ താൽക്കാലിക VC. ഇവിടെ കേരളയിൽ ജന്മഭൂമിയുടെ എഡിറ്ററായി പ്രവർത്തിച്ച ശ്രീകുമാർ RSSന് പ്രവർത്തകർക്ക് പുറമെ കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഉൾപ്പെടെയുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്യാനുള്ള ഇടപെടൽ ഉണ്ടാകുന്നു. അങ്ങനെ നോമിനേഷൻ വഴി പല വിധത്തിലുള്ള ആളുകളെയും തിരികെ കയറ്റിയിട്ടുണ്ട്. അവർ രാജിവെച്ച് പുറത്തു പോകാൻ തയ്യാറുണ്ടോ? ഈ ചോദ്യം ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് എത്രയായി? അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞോ? എത്രയെത്ര പ്രവർത്തകർ മുഴുവൻ പയ്യന്നൂർ കോളേജിലെ ഒരു അധ്യാപകൻ ഉൾപ്പെടെ അവരുടെ അധ്യാപക സംഘടനാ നേതാവ് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും BJPയുടെയും RSSൻ്റെയും നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഒറ്റഘട്ടത്തിൽ. അപ്പോൾ ഇത് തെളിയിക്കുന്നത് എന്താണ്? ആരുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധമാണ് ഈ സമരത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ KSUവിനെ ആ നിലയിൽ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത്, അവരെ നിർബന്ധിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ സമരത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ നിങ്ങൾ എത്ര ആക്ഷേപിച്ചാലും എങ്ങനെയൊക്കെ ഞങ്ങളെ അധിക്ഷേപിച്ചാലും ഞങ്ങൾക്കിതിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല. ശക്തമായ സമരം തന്നെയാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. കേരള സർവകലാശാലയിൽ മോഹൻ കുന്നുമൽ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഭരണസ്തംഭനം അവസാനിപ്പിച്ച് രാജിവെച്ച് പുറത്തു പോകണം. കുഹാസ് ഉൾപ്പെടെയുള്ള സർവകലാശാലയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തെറ്റായ നടപടികൾ, ഈ സംഘപരിവാർ VCമാർ തൽസ്ഥാനത്ത് നിന്ന് മാറുന്നതുവരെയും ഞങ്ങൾ ഈ സമരരംഗത്തുണ്ടാകും എന്നുള്ളതാണ് SFIക്ക് വേണ്ടി ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്, ഇവിടെ മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. അതോടുകൂടി ഒരിക്കൽ കൂടി മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളത്, ഞങ്ങൾ നടത്തുന്നത് ഏതെങ്കിലും ഈ പറഞ്ഞതുപോലെ SFIയുടെ കക്ഷി രാഷ്ട്രീയ പ്രശ്നങ്ങളെ മുൻനിർത്തിയുള്ള വിഷയമല്ല, ഈ നാടിൻ്റെ പ്രശ്നം മുൻനിർത്തിയുള്ള സമരമാണ്. ആ നാടിൻ്റെ പ്രശ്നത്തെ മുൻനിർത്തിയുള്ള സമരത്തെ ഒറ്റുകൊടുക്കാൻ നിങ്ങളെപ്പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകർ തയ്യാറായിക്കൂടാ. ആ മാധ്യമപ്രവർത്തനം ഇന്നും ഉണ്ടെന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള ആളുകളുടെ ഉയർന്ന ബോധ്യം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള സമരത്തിൻ്റെ, അവരുടെ ജീവിതത്തിൻ്റെ, പത്രപ്രവർത്തന ചരിത്രത്തിൻ്റെ മണ്ണുകൂടിയാണ്. അതിനെക്കുറിച്ച് കൂടുതലായൊന്നും ഈ സമയം എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ പോലുള്ളവരെ ഓർക്കാൻ, വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ചയുണ്ടെന്ന ഏറ്റവും ചരിത്രപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത് ലോകത്ത് മാധ്യമപ്രവർത്തന മേഖലയിലാണ്. ആ മാധ്യമപ്രവർത്തന മേഖലയിൽ കൂടുതൽ ഈ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് മുഴുവൻ സഖാക്കളെയും SFയുടെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്.